നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ പെട്ടെന്ന് വന്നാണ്. കാര്യം എന്താണെന്നറിയാമോ, നിങ്ങൾ ജൂണിൽ 369 പോർട്ടൽ ഓപ്പൺ ആയപ്പോൾ കുറേ ആൾക്കാർ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ എഴുതി. ഒത്തിരി ആൾക്കാർ അതിൻ്റെ താഴെ വന്നിട്ട് ഇപ്പം ആഗ്രഹങ്ങൾ നടന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജുകൾ കണ്ടു. എൻ്റെ പേഴ്സണൽ മെസ്സേജിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചു. ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങളെ ഉറപ്പായിട്ടും നിങ്ങളുടെ ഈ ഒരു ജേർണിയിൽ നിങ്ങളുടെ ആ ഒരു ഗോളുകൾ അച്ചീവ് ചെയ്യാനായിട്ടുള്ള ഒരു ടൂളായിട്ട് മാറാൻ എനിക്ക് സാധിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ഒത്തിരി അഭിമാനവും ചാരിതാർത്ഥ്യമുണ്ട്. കാര്യം ഇന്ന് രാവിലെ ഒരു പയ്യൻ പറഞ്ഞു, എൻ്റെ ജോലി കിട്ടി, മാഡത്തിൻ്റെ ക്ലാസ്സിൽ ഞാൻ 1 വർഷം മുമ്പ് ജോയിൻ ചെയ്തതാണ്, പക്ഷേ ഇന്ന് ഞാനിപ്പോൾ പുതിയ എൻ്റെ ഒരു സ്വപ്ന ജോലിയിൽ ഞാൻ ജോയിൻ ചെയ്യുവാണ്, പ്ലസ് ചെയ്യണമെന്ന് പറഞ്ഞൊരു മെസ്സേജ് വന്നു. അപ്പം ഞാൻ നിങ്ങളോട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ലൈഫിൽ നമ്മൾക്ക് എന്തും ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി നമുക്ക് എല്ലാവർക്കും ഉണ്ട്. നമ്മളാണ് നമ്മളുടെ ജീവിതത്തിൻ്റെ ക്രിയേറ്റർ. പക്ഷെ നമ്മളെ വിശ്വസിക്കണം. നമ്മളുടെ ആ ഒരു പ്രോസസ്സിൽ 100% സറണ്ടർ ചെയ്തിട്ട് നമ്മളുടെ പ്രവർത്തനം പ്രവർത്തിക്കാൻ റെഡിയാവുക എന്നുള്ളതാണ്. അപ്പൊ ഇന്നത്തെ ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 777 ടെക്നിക്സ് ആണ്, 777 ടെക്നിക്സ് ആണ്. ഇതൊരു ഭയങ്കര പവർഫുൾ ആയിട്ട് ടെക്നിക്കാണ്. ഇതിന്റെ പ്രത്യേകത എന്തെന്നറിയാമോ, ഇത് നാളെയാണ് നിങ്ങൾ എഴുതേണ്ടത്, നാളെ രാവിലെ. കാര്യം നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ, നാളെ 25-ാം തീയതിയാണ്. 25 എന്ന് പറഞ്ഞാൽ 5+2 7, എഗെയിൻ 7-ാം മാസമാണ്. എഗെയിൻ നമ്മുടെ 2025-ന്റെ 25 എന്ന് പറയുമ്പോൾ 2+5 എന്ന് പറയുമ്പോൾ 7. അപ്പൊ ഇതാണ് ഈ ഒരു ദിവസത്തിന്റെ പ്രത്യേകത. അപ്പൊ ഈ ഒരു ദിവസം എന്താണ് ഏറ്റവും മാജിക്കലി സംഭവിക്കണമെന്ന് അറിയുമോ, ഈ ദിവസങ്ങളിൽ ഇതൊരു സ്പിരിച്വൽ നമ്പറാണ്. ഈ ഒരു സ്പിരിച്വൽ ഇത്രയും നല്ലൊരു ദിവസം നിങ്ങൾ നിങ്ങളുടെ ഗോള് ഈ ഒരു യൂണിവേഴ്സിലേക്ക് അങ്ങ് ഇട്ടാല് അത് നടത്താനായിട്ടുള്ള സാധ്യത എന്ന് പറഞ്ഞാല് വളരെ കൂടുതലാണ്. നിങ്ങൾ അത്രയും നല്ല രീതിയിൽ ഈ ഒരു പ്രോസസ്സിൽ നിങ്ങൾ 100% സറണ്ടർ ചെയ്തിട്ട് ഈ യൂണിവേഴ്സിനോട് നിങ്ങളുടെ എന്താഗ്രഹവും അത്രയും ഉറക്കെ, അത്രയും വിശ്വാസത്തിൽ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റിയാൽ, നിങ്ങൾക്ക് അത് കിട്ടിയതായിട്ട് ഫീൽ ചെയ്യാൻ പറ്റിയാൽ, ആ ഒരു ഫീലിങ്ങിൽ അടുത്ത ഒരു 7 ദിവസം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ലൈഫ് മാറിയിട്ടുണ്ടോ? എത്ര പേർക്ക് ജീവിതം മാറ്റണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാർ വേണ്ടിയിട്ട് ഒന്ന് പറയുമോ? ഒന്ന് കമന്റ് ആയിട്ട് പറയുമോ? കാര്യം ഞാൻ പലപ്പോഴും പല മനുഷ്യരുടെയും പ്രശ്നം എന്താ, അങ്ങ് ജീവിച്ചു പോവുകയാണ്. എങ്ങനെ ഞാൻ എണീറ്റു, ഇന്ന് എനിക്ക് ജോലിക്ക് പോകണേ എന്താന്ന് എനിക്കറിയില്ല, ഞാനങ്ങ് പോകുന്നു, എല്ലാവരും പോകുന്നു, ഞാനും പോകുന്നു. അതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ലക്ഷ്യം. അതിന് കുറച്ച് കഴിയുമ്പോൾ ആലോചിക്കും, ഞാൻ ഈ ലോകത്തിൽ വന്നത് എന്തിനാണ്? എൻ്റെ ആഗ്രഹങ്ങളൊന്നും ചെയ്തില്ലല്ലോ. ഞാൻ എൻ്റെ മക്കളെ പഠിപ്പിച്ചു, എൻ്റെ ജീവിതത്തിൽ പല പല ആൾക്കാർക്ക് വേണ്ടി ഞാൻ ജീവിച്ചു. പക്ഷേ ഞാൻ എന്നോട് നീതി പുലർത്തിയോ? ഞാൻ എൻ്റെ ജീവിതം ജീവിച്ചോ? ഒരു ഡെത്ത് ബെഡിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ മരണസമയമൊക്കെ ആകുമ്പോൾ കുറച്ചൊക്കെ കഴിയുമ്പോൾ ഞാൻ കാണുന്ന മെജോറിറ്റി ആൾക്കാരുടെയും ഏറ്റവും വലിയ സങ്കടം ഞാൻ എൻ്റെ ജീവിതം ജീവിച്ചില്ല എന്നുള്ള വിഷമമാണ്. അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് ഡേ ആണ്. എത്ര പേര് റെഡിയാണ് എഴുതാനായിട്ട്? കാര്യം വളരെ പെട്ടെന്ന് ഞാൻ നിങ്ങൾക്ക് എങ്ങനെ ഈ ഒരു റിച്വൽ പ്രാക്ടീസ് ചെയ്യാന്ന് പറഞ്ഞുതരാം. കാര്യം 7ന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാല്, ഒരു സ്പിരിച്വൽ അവേക്കണിങ് നമ്പറാണ്. എന്താണ് ഈ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാല്, സ്പിരിറ്റ് പ്ലസ് റിച്വൽ ആണ്. അപ്പൊ ഈ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ സോളാണ്. ആ സോളിനെ ശരിക്കും എന്താ വെച്ച് കഴിഞ്ഞാല് ഒരു റിച്വലുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ട് നമ്മുടെ ദൈവത്തിന്റെ ഒരു അംശത്തെ നമ്മൾ കാണുമ്പോൾ, ആ യൂണിവേഴ്സിലേക്ക് ശരിക്കും നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ എന്താഗ്രഹിച്ചാലും നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തും നമ്മുടെ കയ്യിൽ കിട്ടുവാണ്. അതാണ് നമ്മൾ ഈ ഒരു എഴുത്തൊക്കെ എഴുതുമ്പോൾ വരുന്ന വ്യത്യാസം. പക്ഷെ അതിനൊരു നല്ല ഇമോഷൻ കൊടുക്കാൻ പറ്റണം. പല മനുഷ്യരും ദുഃഖത്തിലാണ് ജീവിക്കുന്നത്. എപ്പോഴും അവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ പെയിൻഫുൾ ആണ്, സ്ട്രഗിൾ ആണ്. ജീവിതത്തിൽ സന്തോഷം എന്ന് പറയുന്നത് ഇന്നത്തെ ലൈഫിൽ അത്രയും സന്തോഷിക്കാനായിട്ടുള്ള 1000 കാരണങ്ങൾ ഉണ്ടെങ്കിൽ പോലും ദുഃഖിക്കാനായിട്ടുള്ള 10ഓ 2ഓ 3ഓ കാരണങ്ങളിൽ തൂങ്ങിപ്പിടിച്ച് അവരവരുടെ ജീവിതം നശിപ്പിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ട്രൂ പൊട്ടൻഷ്യാലിറ്റിയെ കണ്ടെത്താനും, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഗോളുകൾ അച്ചീവ് ചെയ്യാനും ആഗ്രഹിക്കുന്ന ഒരാൾക്ക്, ഇപ്പൊ ചിലപ്പോൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പോസ്റ്റ് ആയിരിക്കാം, ചിലപ്പോൾ നിങ്ങൾക്കൊരു സാലറി ഇൻക്രിമെന്റ് ആവാം, ചിലപ്പോൾ നിങ്ങളുടെ വരുമാനമാവാം, അല്ലെങ്കിൽ എനിക്ക് ഗൂഗിളിൽ ഇന്നൊരു ജോലി വേണമെന്നാവാം, എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്കൊരു സ്പെസിഫിക് ആയിട്ട് ഗവൺമെന്റ് ജോലി വേണമെന്നാവാം. എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ആ ആഗ്രഹിക്കുന്ന കാര്യം ഒരു മടിയും കൂടാതെ യൂണിവേഴ്സിനോട് ചോദിക്കാനും വിശ്വസിക്കാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനും
റെഡി ആയിട്ടുള്ള ആൾക്കാർ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതിരിക്കുക. കാര്യം ഇന്ന് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സമയം തെളിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിൽ എത്തില്ല. അപ്പൊ സമയം കളയാതെ ഞാൻ ആ ഒരു പ്രോസസ്സ് പറഞ്ഞുതരാം. അപ്പൊ ചെയ്യുന്ന ആൾക്കാർ ഒരു കാര്യം മനസ്സിലാക്കാം, ഈ ഒരു പ്രോസസ്സിൽ 7 ദിവസം ഈ ഒരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാനായിട്ട് പ്രതിജ്ഞാബദ്ധതയുള്ളവർ മാത്രം എഴുതുക. അല്ലാത്ത ആൾക്കാർ ചെയ്യാതിരിക്കുക. വിശ്വാസം ഇല്ലെങ്കിൽ ഈ ഒരു വഴിക്ക് വരാതിരിക്കുക. നിങ്ങൾക്ക് ഈ ഒരു ഗോൾ എഴുതിയാൽ കിട്ടും എന്ന് ഉറപ്പുണ്ട് എങ്കിൽ മാത്രം, നിങ്ങൾക്ക് അതിന് അർഹതയുണ്ട് എന്ന് ബോധ്യമുള്ള ആൾക്കാർ മാത്രം ഇത് ചെയ്യുന്ന ലെവലിലേക്ക് മൂവ് ഔട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ എന്താ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു കാര്യം ചെയ്യാം. ഈ പേജ് നിങ്ങളിപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് കാണുന്നതെങ്കിൽ ആദ്യം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം നമ്മുടെ ഗ്രൂപ്പിലേക്കുള്ള. ആ ഗ്രൂപ്പിൽ പോയിട്ട് നിങ്ങൾ ആ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ ജേർണൽ ഞാൻ നിങ്ങൾക്ക് തരാം. അതായത് നിങ്ങൾക്ക് ഈ ഒരു ജേർണൽ ഞാൻ നിങ്ങൾക്ക് അതിൽ തന്നെ നിങ്ങൾക്ക് എഴുതാം അടുത്ത 7 ദിവസം. അപ്പം നിങ്ങൾക്ക് ആ ഒരു സർവീസ് എൻ്റെ ഇത് വേണം എന്നുണ്ടെങ്കിൽ ഞാൻ എഴുതുന്ന ചാനൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പൊ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാർക്ക് ഇത് ഷെയർ ചെയ്യാനും മറക്കരുത്. കാര്യം എന്താ, നമ്മൾ എന്തെങ്കിലുമൊക്കെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ ആഗ്രഹിക്കേണ്ടത് മറ്റുള്ളവരുടെയും ഗ്രോത്തും അവരുടെ അച്ചീവ്മെന്റും ആണ്. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഒരു എനർജി അത്രയും ഹൈ എനർജി ആവണം, അത്ര ഹൈ വൈബ്രേഷൻ ആവണം, മറ്റുള്ളവർക്ക് നന്മ വേണം എന്നുള്ള ഒരു എനർജിയാണ് നമ്മൾ കൊടുക്കണമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളിലേക്ക് എന്ത് സംഭവിക്കും, ആ സെയിം എനർജി നിങ്ങളിലേക്ക് വരും. നിങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അബണ്ടൻസിലേക്ക് എത്തും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വളരെ എഫേർട്ട്ലെസ് ആയിട്ട് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ആവും. അപ്പൊ ഈ ഒരു മാനിഫെസ്റ്റേഷൻ സീക്രട്സ് വൈബ്രേഷൻ ഉയർത്തി. ഇപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾ എൻ്റെ ക്ലാസ് ഫ്രീ ആയിട്ട് കാണുമ്പോൾ യൂട്യൂബിൽ വന്നിട്ട് ഓരോ ആൾക്കാരും പറയുന്ന കാര്യമുണ്ട്, മാഡത്തിന്റെ ക്ലാസ്സുകൾ കണ്ടിട്ട് എൻ്റെ ജീവിതം മാറി എന്ന് പറഞ്ഞിട്ട് ഓരോ ദിവസവും വന്ന് ഇഷ്ടംപോലെ ആൾക്കാർ മെസ്സേജ് ചെയ്യാറുണ്ട്. അപ്പൊ ഞാൻ നിങ്ങളോട് കാര്യം ചോദിച്ചോട്ടെ, എൻ്റെ ഒരു ഫ്രീ ആയിട്ടുള്ള ഈ ഒരു ചാനലിൽ വന്നിട്ട് നിങ്ങൾ ഫ്രീ ആയിട്ട് ഇത്രയും വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇത്രയും മാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ എന്നെ 1-to-1 ആയിട്ട് നിങ്ങൾക്ക് കിട്ടുവാണ് ലൈവ് ക്ലാസ്സിൽ. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നേരെ ചോദിക്കാൻ പറ്റുന്ന ലെവലിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയാൽ 1 മാസം നിങ്ങൾ എൻ്റെ കൂടെ ഒരു 25 മണിക്കൂർ എവറി ഡേ എൻ്റെ കൂടെ പഠിച്ചാൽ നിങ്ങളുടെ ലൈഫ് മാറുമോ? നിങ്ങൾ പറയുന്നു പാസീവായിട്ട് ഓരോ വീഡിയോ കണ്ടിട്ട് ഇത്രയും വ്യത്യാസം വന്നെങ്കിൽ നിങ്ങളുടെ ലൈഫിനെ എത്രയധികം മാറ്റാൻ പറ്റും നിങ്ങൾക്ക് ഒരു 30 days എൻ്റെ കൂടെ വന്നാൽ. അപ്പൊ അങ്ങനെ ഉള്ള ആളുകൾക്ക് മാനിഫെസ്റ്റ് യുവർ ഡ്രീം ലൈഫ് എന്ന് പറയുന്ന 1 month പ്രോഗ്രാമിലേക്ക് വരിക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ഏതൊരാൾക്കും 3000 rupees നിങ്ങൾക്ക് ആ ഒരു പ്രോഗ്രാമിലേക്ക് വരാം. എന്നിട്ട് നിങ്ങൾക്ക് 1 മാസം എൻ്റെ കൂടെ പഠിക്കാം. എങ്ങനെ നിങ്ങളുടെ ഡ്രീം ലൈഫ് എഫേർട്ട്ലെസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നിങ്ങൾക്ക് അനുഭവിക്കാം. അപ്പൊ എന്തായാലും നമ്മൾ ഈ ഒരു പ്രാക്ടീസ് എങ്ങനെയാണെന്ന് പറയാൻ പോവാണ്. അപ്പൊ ആദ്യം ഞാൻ പറഞ്ഞു, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ഗ്രൂപ്പിൽ പോയി ജോയിൻ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഈ ഒരു ജേർണൽ നിങ്ങൾ എടുക്കുക. അപ്പൊ അവിടെ വന്നിട്ട് നിങ്ങളൊന്ന് ചെയ്യുമ്പോൾ തന്നെ അവർ ജേർണൽ നിങ്ങൾക്ക് അയച്ചു തരും കേട്ടോ. നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോഴത്തേക്കും ഒരു ലിങ്ക് ഒക്കെ ഉണ്ടാവും. ആ ലിങ്കിൽ കയറി രജിസ്റ്റർ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അത് കിട്ടും. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നാളെ രാവിലെ തന്നെ നിങ്ങൾ എണീക്കുക. സാധാരണ എണീക്കുന്ന സമയം പിടിക്കേണ്ട, അത്യാവശ്യം ഒരു 5:30 മണി 6 മണിക്കൊക്കെ എണീക്കുക. എണീറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്പൊ തന്നെ പോയിട്ട് രാവിലെ എണീറ്റ് ഒന്ന് മുഖമൊക്കെ കഴുകി കുറച്ച് നേരം ശരിക്കും നിങ്ങളുടെ പ്രാഥമിക കൃത്യങ്ങളൊക്കെ നടത്തിയിട്ട് നിങ്ങൾ വന്നിട്ടൊന്ന് ഇരിക്കുക. ഇരുന്നിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ കുറച്ച് നേരം നിങ്ങളുടെ ബ്രീത്തിങ് എക്സസൈസ് നന്നായിട്ട് ചെയ്യുക. ബ്രീത്ത് എടുക്കുക. നിങ്ങളുടെ ആ ഒരു കാര്യത്തിന് ശേഷം ഒരു 10 minutes നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക. അപ്പൊ ആ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്താ വേണ്ടതെന്നൊക്കെ ഉറപ്പിച്ചിട്ട് നിങ്ങൾ അതിനെ വിഷ്വലൈസ് ചെയ്യുക. ഈ ഒരു വിഷ്വലൈസേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് കിട്ടിയ ആ ഒരു ജേർണലിന്റെ പ്രിന്റ് എടുക്കുക, അല്ലെങ്കിൽ നിങ്ങളൊരു പേപ്പർ എടുക്കുക. ആ പേപ്പർ എടുത്തിട്ട് ആ പേപ്പറിൽ നിങ്ങൾ രാവിലെ 7 മണിക്കും ഒരു 8 മണിക്കും ഇടയിൽ നിങ്ങൾ എഴുതാൻ നോക്കുക. പറ്റുവാണെങ്കിൽ 7:07 എഴുതിയാൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ ആ ഒരു ഏതെങ്കിലും ഒരു ടൈമിൽ 7-നും 8-നും ഇടയ്ക്കുള്ള ഏതൊരു സമയത്ത് എഴുതുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒറ്റ ഗോള് നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഇപ്പോൾ ഈ ഒരു മാസം നിങ്ങളുടെ ഒരു ഗോൾ എന്ന് പറയുന്നത് 1 ലക്ഷം രൂപ നിങ്ങൾക്ക് വരുമാനം വേണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കണമെങ്കിൽ, ഐ ആം സോ ഹാപ്പിലി ആൻഡ് ജോയ്ഫുള്ളി മാനിഫെസ്റ്റഡ് ഐ ആം ഏർണിംഗ് 1 lakh rupees monthly. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്, അതായത് 1 ലക്ഷം രൂപ എൻ്റെ ജോലിയിൽ നിന്ന് സമ്പാദിക്കാൻ കഴിയുന്നതിൽ എനിക്ക് നന്ദിയുണ്ട്, സന്തോഷമുണ്ട്, പ്രപഞ്ചത്തിന് നന്ദി. അപ്പൊ ഇങ്ങനെയുള്ള ലെവലിലേക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ എഴുതുക. അത് 7 പ്രാവശ്യം എഴുതുക.
പിന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അത് രാവിലെ. അപ്പോൾ ഒറ്റ ഒരു ഡിസൈറേ നിങ്ങൾ എഴുതാവുള്ളൂ. ഒരു സമയത്ത് രാവിലെ നിങ്ങൾ ഒന്ന് എഴുതുക. എഴുതുമ്പോൾ നിങ്ങൾ അതിനൊന്ന് വിഷ്വലൈസ് ചെയ്യുക. അത് കിട്ടിയതായിട്ട് പ്രസന്റ് ടെൻസിൽ നിങ്ങൾക്ക് നേടിയതായിട്ടാണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ അതാണ് ആദ്യത്തെ കടമ്പ. പിന്നെ നിങ്ങൾ വൈകുന്നേരം എടുക്കുക. വൈകുന്നേരം നിങ്ങൾ ചെയ്യണേന് എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഈവനിങ് നിങ്ങൾ കിടന്നുറങ്ങാൻ പോണതിന് മുമ്പ് ഒരു 7 മണിക്കും 9 മണിക്കും ഇടയിലുള്ള ഒരു സമയത്ത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഇതുപോലെ തന്നെ നിങ്ങൾ ഒന്ന് കംഫർട്ടബിൾ ആയിട്ട് ഇരുന്നിട്ട് ഒരു 2 മിനിറ്റ്സ് ഒന്ന് വളരെ കാമായിട്ടൊക്കെ ഇരുന്ന് ഒന്ന് മെഡിറ്റേഷനൊക്കെ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ അതിൻ്റെ ഒരു ഔട്ട്കം നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്യാം. കാര്യം എന്താ, രാവിലെ നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്തു, 1 ലക്ഷം രൂപ അല്ലെ 5 ലക്ഷം രൂപ അല്ലെ 20 ലക്ഷം രൂപ നിങ്ങൾക്ക് ഒരു മാസം കിട്ടിയതായിട്ടാണ് നിങ്ങൾ വിഷ്വലൈസ് ചെയ്തേക്കണേ, അല്ലെങ്കിൽ എഴുതിയേക്കണേ 7 പ്രാവശ്യം. ഈ എഴുതിയ ആ ഒരു 20 lakhs അല്ലെങ്കിൽ ആ ഒരു 1 ലക്ഷം രൂപ നിങ്ങൾക്ക് എത്രയാണോ നിങ്ങൾക്ക് അറിയാലോ നിങ്ങളുടെ ഒരു കപ്പാസിറ്റി. ആ ഒരു കപ്പാസിറ്റി ബേസ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടിയ ആ ഒരു പൈസ നിങ്ങളുടെ ലൈഫിൽ കിട്ടി, അത് വരുത്തിയ മാറ്റമുണ്ട്. നിങ്ങൾ ആ ശമ്പളവും വാങ്ങി നിങ്ങൾ ഇപ്പൊ വീട്ടിൽ ചെല്ലണു, നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളിക്ക് നിങ്ങളൊരു ഫീൽ ചെയ്യണ ഒരു ഇമോഷൻ ഉണ്ട്. അവർക്ക് ആ ഒരു പ്രൗഡാണ് ശരിക്കും, എൻ്റെ മോനാണ് ഈ ഒരു വീട് വെക്കാനായിട്ട് കാരണമായത്. ആ ഒരു വീട് നിങ്ങൾ വാങ്ങിയേക്കുവാണ്. കാര്യം എന്താ, അത്രയും സാലറി ഉള്ളൊരു ജോലി നിങ്ങൾക്ക് കിട്ടിയത് കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൽ നിന്ന് ആ റവന്യൂ കിട്ടിയത് കൊണ്ട് നിങ്ങൾ ഇന്ന് സ്വന്തമാക്കിയ ഒരു ഡ്രീം വെഹിക്കിൾ ഉണ്ടാവാം, ഡ്രീം ഫ്ലാറ്റ് ഉണ്ടാവാം, പല പല കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളെല്ലാം വളരെ എഫേർട്ട്ലെസ് ആയിട്ട്, ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട്, സെക്യൂർഡ് ആയിട്ട് നിങ്ങളൊരു ഫ്രീ ആയിട്ട് ചെയ്യുന്ന ലെവലിലേക്ക് മൂവ് ഔട്ട് ചെയ്തിട്ടുണ്ടാവും. ആ ഒരു ഔട്ട്കത്തെ നിങ്ങൾ കാണാൻ തുടങ്ങുക. കണ്ടിട്ട് എന്ത് ചെയ്യുക, ആ ഒരു ഔട്ട്കം നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഒരു ഒറ്റ ലൈനായിട്ട് എഴുതുക. എന്താണ്, ഐ ആം താങ്ക്ഫുൾ ദാറ്റ് ഐ ആം നൗ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ്. എന്താണോ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ഔട്ട്കം, ആ ഒരു ഔട്ട്കം നിങ്ങൾ വളരെ നല്ല ഇമോഷൻ കൊടുത്ത് നിങ്ങൾ ഉറച്ചിട്ട് നിങ്ങൾ ആ കിട്ടിയ ഒരു ഫീലിംഗ് ഇല്ലേ, ആ സന്തോഷം, ആ ഒരു സന്തോഷം നിങ്ങൾ അനുഭവിക്കുന്ന ലെവലിലേക്ക് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുക, എനിക്ക് എൻ്റെ ഈ ഒരു വീട് വാങ്ങാൻ പറ്റിയതിൽ നന്ദിയുണ്ട്, എൻ്റെ ആ ഒരു മേഴ്സിഡസ് ബെൻസ് ഇല്ലേ അത് ഇന്ന് എനിക്ക് ഓൺ ചെയ്യാൻ പറ്റിയത് ഈ ഒരു ജോലി ഉള്ളതുകൊണ്ടാണ്, നന്ദിയുണ്ട്. അപ്പോൾ ആ ഒരു ഔട്ട്കത്തെ നിങ്ങൾ എഴുതുക. എന്താണോ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഔട്ട്കം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ആഗ്രഹം നടന്ന ആ ഒരു എൻഡ് റിസൾട്ട്, അതിനെ നിങ്ങൾ എഴുതുക. അത് തന്നെ ശരിക്കും 7 ദിവസം ഈ ഒരു പ്രൊസീജിയറിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്യുക. അപ്പം മോർണിംഗ് എഴുതേണ്ടത് ഒരു ഡിസൈറാണ്, ഈവനിങ് എഴുതേണ്ടത് ഔട്ട്കമാണ്. അപ്പോഴാണ് നമ്മൾ ഏത് കാര്യങ്ങളും മാനിഫെസ്റ്റേഷൻ നടക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്, നമ്മുടെ ഫീലിംഗ് ആണ്. അതിൻ്റെ ഒരു എനർജി എന്ന് പറയുന്നത് ഫീലിംഗ് ആണ്. അപ്പം നമ്മൾക്ക് ആ ഒരു വിശ്വാസത്തിൽ ആ ഒരു കിട്ടിയ ഒരു എൻഡ് റിസൾട്ടിനെ നമ്മൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുവാണെങ്കിൽ, ഓൾറെഡി എനിക്ക് കിട്ടിക്കഴിഞ്ഞതിൻ്റെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ, പിന്നെ നമ്മൾക്ക് അത്രയും പെട്ടെന്ന് നമ്മുടെ കയ്യിലേക്ക് വന്നു. പിന്നെ ഏറ്റവും അടിയിൽ പോയിട്ട് നമ്മൾ എഴുതേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും അവസാനം ആ ഒരു പേജിന്റെ താഴെ പോയിട്ട് എഴുതുക, ഐ ആം സോ ഗ്രേറ്റ്ഫുൾ ഫോർ എവറിത്തിങ്. എനിക്ക് ഇന്നുള്ള എല്ലാത്തിനും എനിക്ക് നന്ദിയുണ്ട്. ഞാനായിട്ട് ഇന്ന് എനിക്ക് ഈ ഒരു ഐഡന്റിറ്റിയിൽ ജീവിക്കാൻ കഴിയുന്നതിന് എനിക്ക് നന്ദിയുണ്ട്. എനിക്ക് ഓരോ ദിവസവും കിട്ടുന്ന ഓരോ അറിവിനും എനിക്ക് നന്ദിയുണ്ട്. അങ്ങനെ നമ്മൾ ആ ഒരു സ്റ്റേറ്റ്മെന്റും കൂടി എഴുതുക. കാര്യം എന്താ, നമ്മൾ പലപ്പോഴും നമ്മളുമായിട്ടൊരു കണക്ടിവിറ്റി ഇല്ലാത്തൊരവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇന്ന് എന്നെ ഞാനാക്കിയ ഈ ഒരു ജീവിതത്തിന് നന്ദിയുണ്ട്, എൻ്റെ അറിവിന് എനിക്ക് നന്ദിയുണ്ട്, എനിക്കുള്ള എല്ലാത്തിനും ഞാൻ പ്രപഞ്ചത്തിനോട്, ദൈവത്തിനോട് നന്ദിയുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, ഷീജ ജയ്മോൻ സൈൻ ചെയ്യുക. അപ്പൊ ഇങ്ങനെ ഓരോ ദിവസവും നമ്മൾ എഴുതി പോവുക. അപ്പൊ ആദ്യം നമ്മളുടെ എന്ത് ചെയ്യുക, ഒരു ഡിസൈർ എഴുതുക. രാത്രി എഴുതുമ്പോഴത്തേക്കും നമ്മൾക്കത് കിട്ടിയ ആ ഒരു ഫീലിംഗ്, അവരുടെ ഔട്ട്കം എഴുതുക. ഇപ്പോൾ സാലറി കിട്ടിയതുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പെണ്ണിനെ കല്യാണം കഴിക്കാൻ പറ്റി, അപ്പൊ ഔട്ട്കം. അപ്പൊ നിങ്ങളൊരു വിവാഹിതനായിട്ട് നിങ്ങളുടെ പുതിയ വീട്ടിൽ പുതിയ കാറോടെ, അല്ലെങ്കിൽ ആ പുതിയ കാറൊക്കെ മേടിച്ച് പുതിയ വീട് മേടിച്ച് കല്യാണം കഴിച്ച് ജീവിക്കണം നിങ്ങൾ കാണുക. അപ്പൊ ആ ഒരു ജീവിതത്തിന് നിങ്ങൾ നന്ദി പറയുകയാണ്. പല ആൾക്കാരുടെയും പ്രശ്നമാണ്, എനിക്ക് നല്ല ജോലി ഇല്ലാത്തതുകൊണ്ട്, എനിക്ക് നല്ലൊരു പെണ്ണുണ്ട് പക്ഷെ പോയി ചോദിക്കാൻ എനിക്ക് ധൈര്യമില്ല. കാര്യം എന്താ അറിയോ, അവരുടെ വീട്ടുകാർക്ക് നല്ല കാശാണ്, പക്ഷെ എനിക്കൊന്നും ആയിട്ടില്ല, അതുകൊണ്ട് അവരുടെ വീട്ടിൽ പോയിട്ട് ചോദിക്കാൻ എനിക്ക് പേടിയാണ്. അപ്പൊ ആ ഒരു പേടി മാറ്റി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, യൂണിവേഴ്സിനോട് അങ്ങ് സറണ്ടർ ചെയ്യുക. കാര്യം എന്താ, യൂണിവേഴ്സ് എപ്പോഴും അബണ്ടൻസിലുണ്ട്, എൻ്റെ ആവശ്യമുള്ളതെല്ലാം ഇവിടെ ഉണ്ട്. ആ ഒരു വിശ്വാസത്തില് 100% സറണ്ടർ ചെയ്തിട്ട് എഴുതുക. എന്നിട്ട് ആ ഒരു എൻഡ് റിസൾട്ട് കാണുക, അനുഭവിക്കുക, ആ റിച്ച്നെസ്സിൽ നിങ്ങൾ ജീവിക്കുക. ഇങ്ങനെ 7 days നിങ്ങൾ എഴുതുക.
ഓരോ ദിവസവും എഴുതും തോറും 7 ദിവസം കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയാമോ? നിങ്ങൾ ഈ ഒരു കാര്യത്തിനെ പിന്നെ ഡിറ്റാച്ച് ചെയ്തേക്കാം. യൂണിവേഴ്സ് റൈറ്റ് ടൈമിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാം കൊണ്ടുവന്ന് തരും. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ ഇങ്ങനെയുള്ള കുറേ പ്രാക്ടീസുകളൊക്കെ ചെയ്യാൻ തുടങ്ങി കോവിഡിലാണ്. ഇന്ന് തിരിഞ്ഞു നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ, എൻ്റെ ലൈഫ് മാജിക്കലി മാറിയിട്ടുണ്ട്. ഞാൻ ഓരോന്നും എഴുതിയതെല്ലാം എൻ്റെ ലൈഫിൽ റിയാലിറ്റി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു കുഞ്ഞിനെ പോലെ യൂണിവേഴ്സിനെയും ദൈവത്തെയും വിശ്വസിച്ചിട്ട് ഞാൻ തുടങ്ങിയ ഒരു ജേർണിയാണ് ഈ ഒരു 5 ഇയേഴ്സിൽ എൻ്റെ സെക്കൻഡ് കരിയർ. ഇന്ന് എൻ്റെ ലൈഫിൽ മാജിക്കലി എൻ്റെ ലൈഫ് ക്രിയേറ്റ് ചെയ്യാൻ ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള, ഐഡന്റിറ്റി ഉള്ള, റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള, വെൽത്തി ആയിട്ടുള്ള, ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് ജീവിക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. ഇന്ന് ഈ ഒരു വീഡിയോ എടുക്കാൻ വന്നപ്പോഴേ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് എന്താണെന്നറിയാമോ? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, എനിക്കറിയില്ല, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കളറൊക്കെ കൊടുത്തിട്ടാണ് ഞാൻ വന്നത് കേട്ടോ. അപ്പൊ ഈ സാരി, ഈ മാല, ഇതൊക്കെ ഇഷ്ടമായി. കുറെ ആൾക്കാർ എന്നോട് ചോദിച്ചൊരു കാര്യമുണ്ട്, മാം എന്താ കൈയിട്ടേക്കണത്? ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്ന ക്രിസ്റ്റൽസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ശരിക്കും ഈ മാനിഫെസ്റ്റേഷൻ പവർ കൂടാനായിട്ട് ക്രിസ്റ്റൽസ് ഒത്തിരി സഹായിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടമായി എന്നറിയണതിൽ ഒത്തിരി നന്ദിയുണ്ട്. അപ്പൊ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ഏറ്റവും പെട്ടെന്ന് നടക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയുമോ? നിങ്ങൾ കമന്റ് ആയിട്ട് വന്നിട്ട് യൂണിവേഴ്സിലേക്ക് ഇടുക, ഇതാണ് ഞാൻ മാനിഫെസ്റ്റ് ചെയ്യണത്, ലോകം മുഴുവൻ കാണട്ടെ. എന്നിട്ട് നിങ്ങൾക്ക് ഇത് കിട്ടിക്കഴിയുമ്പോൾ താഴെ വന്നിട്ട് കമന്റ് ചെയ്യാനും മറക്കരുത്. കാര്യം എന്താ, നമ്മുടെ ജീവിതത്തിൽ എന്ത് നമുക്ക് അട്രാക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ കൊടുക്കുന്ന എനർജി ഉണ്ട്. കാര്യം എല്ലാം ഒരു ഇന്റേണൽ പ്രോസസ്സാണ്. നമ്മൾ അത്രയും നല്ല മനസ്സോടെ ആ ഒരു ആഗ്രഹത്തെ എനിക്ക് കിട്ടിയതായിട്ട് ഫീൽ ചെയ്തിട്ട് നമ്മൾ അങ്ങ് ചെയ്യാൻ തുടങ്ങുമ്പോൾ എന്താ സംഭവിക്കണേന്ന് അറിയാമോ? ഔട്ടർ വേൾഡിൽ അത് ക്രിയേറ്റ് ചെയ്യപ്പെടുവല്ലേ. അപ്പൊ ആ ഇന്റൻഷൻ മനസ്സ് തുറന്നിട്ട് അങ്ങ് എഴുതുക ഇതിന്റെ കമന്റ് ആയിട്ട്. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ അതും പറയാൻ മറക്കരുത്. കാര്യം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ ദിവസവും ഓരോ കാര്യങ്ങളും ഇങ്ങനെ വന്ന് പറയുമ്പോഴേ എനിക്ക് നിങ്ങളുടെ ലൈഫിൽ അത്രയും സക്സസ്ഫുൾ ആയിട്ട് നിങ്ങളെ കാണണമെന്ന് അത്ര ആഗ്രഹമുണ്ട്. അപ്പൊ ആ ആഗ്രഹം നിങ്ങൾക്ക്, ആ ഒരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നോട് നിങ്ങളുടെ ആ ഒരു എനർജി പങ്കുവയ്ക്കാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു ഓൾ. ലവ് യു. ടേക്ക് കെയർ.